സാലി കിച്ചൺ. ഇന്ന് ഞാൻ ഒരു ബബിൾ പുഡിംഗ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നാട്ടിലൊക്കെ ട്രെൻഡാണ് നട്ടി ബബിൾ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ വരുന്ന ഒരു പുഡിംഗ് ആണ് കാണിക്കുന്നത്. കാണാൻ മാത്രമേ അങ്ങനെയുള്ളൂ, അതുപോലെ നല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു പുഡിങ് കരിക്ക് വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇതിൻ്റെ ബബിൾ വരുന്നത് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ളൊരു കൂട്ടുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. പിന്നെ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടാത്ത പ്രശ്നം പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ഞാൻ അയക്കുന്നതല്ല, യൂട്യൂബ് തന്നെ ചെയ്യുന്നതാണ്. എല്ലാവർക്കും അറിയായിരിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തിയാലും അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ചിലപ്പോൾ അത് ഒക്കേഷണലായിരിക്കും. ഇപ്പോൾ വല്ലപ്പോഴും മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ മെയിൽ ID വെച്ചിട്ട് യൂട്യൂബ് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്താനും പറ്റുള്ളൂ. ഇപ്പോൾ അടുത്തടുത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തിയിട്ടും ഒക്കേഷനിലാണോ ഓളിലാണോ ഉള്ളതെന്ന്. അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഞാൻ ഡോട്ട് വരക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ബബിൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇതാണ് ചെയ്യുന്നത്. പൊതുവേ ബബിൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ മെൽറ്റാക്കിയിട്ടാണ് ബബിൾസ് വരച്ച് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു തേങ്ങാപ്പാലിൻ്റെ പുഡിങ് വെച്ചിട്ടാണ് ബബിൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബബിൾ ഉണ്ടാക്കിയെടുക്കുന്ന പുഡിങ്ങിൽ എന്തായാലും ബ്രെഡ് ചേർക്കണം, എന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഞാനിതിന് മുന്നേ ഒരു ഡോട്ട് പുഡിങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 100K സ്പെഷ്യലായിട്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണണം. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്ത ഒരു ഡോട്ട് പുഡിങ് ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ 2 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് ബബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ 2 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുത്താൽ മതി. ബ്രെഡ് സെപ്പറേറ്റ് പൊടിക്കൊന്നും വേണ്ട. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിൽ തേങ്ങാപ്പാൽ എടുത്തത് കരിക്ക് പുഡിങ് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ താല്പര്യമില്ല, മടിയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും അല്ല, നല്ല ലൂസായിട്ടുള്ള തേങ്ങാപ്പാലും അല്ല. തേങ്ങയിൽ അധികം വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം അരച്ചെടുക്കുന്ന പാലില്ലേ, അതാണിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അധികം വെള്ളം ഒഴിക്കുമ്പോഴാണ് അത് നല്ല ലൂസായി പോവുക. പിന്നെ തേങ്ങ പീരി ഉണ്ടെങ്കിൽ അത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പാലെടുത്താൽ മതി. അപ്പം നല്ല കട്ടിയായിരിക്കില്ല, നല്ല ലൂസും ആയിരിക്കില്ല, ഒരു മീഡിയം തിക്കുള്ള പാലാണ് കിട്ടുക. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ബബിൾ കടിക്കുമ്പം മധുരം ഉണ്ടാവണം. അപ്പോൾ പ്ലെയിൻ ആക്കിയിട്ട് വിടരുത്. അധികം പഞ്ചസാരൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു 5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 ടീസ്പൂൺ ആട്ടോ, ടേബിൾ സ്പൂൺ അല്ല. അതും കൂടി ചേർത്തിട്ട് മിക്സി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ ഒരു മിക്സ് മാറ്റി വെക്കണം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കാൻ വെക്കണം. ഞാൻ പറഞ്ഞില്ല, കുറച്ച് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ളത്, ബബിൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. അതിനൊരുപാട് ചൈന ഗ്രാസിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 കപ്പ് പാൽ വെച്ചിട്ടാണ് നമ്മൾ ആ മിക്സ് അടിച്ചെടുത്തിട്ടുള്ളത്. ബ്രെഡും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2-3 ഗ്രാം ചൈന ഗ്രാസ് മതിയാവും. അത് ഇതുപോലെ ഒന്ന് പിച്ചിട്ട് ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാനൊന്ന് കുതിർക്കാൻ വെച്ചതായിരുന്നു. ഇപ്പം ഞാനത് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം ഒന്ന് മെൽറ്റായിട്ട് ക്ലിയറായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചില്ലേ തേങ്ങാപ്പാലിൻ്റെ ഒരു കൂട്ട്, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാവണം. ആ ചൈന ഗ്രാസും ഈ ഒരു പാലിൻ്റെ കൂട്ട് നന്നായിട്ടൊന്ന് തിക്കായി വരണം. അപ്പോൾ തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അധികം തിളപ്പിക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് തിക്കാക്കി എടുക്കുക. അധികം തിളപ്പിക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സ് നന്നായിട്ട് തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് വേണം, നമ്മൾ ബബിൾ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ചൂടാറി പോകരുത്. ചൂടാറിയാൽ അത് പെട്ടെന്ന് തന്നെ സെറ്റാവും. റൂം ടെമ്പറേച്ചറിലാവുമ്പം തന്നെ സെറ്റാവും. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ബബിൾ ഉണ്ടാക്കി എടുക്കണം. ബബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാനിപ്പോൾ ഫ്രൈ പാൻ എടുത്തത് ബ്ലാക്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കഴിഞ്ഞ ആ ഡോട്ട് പുഡിങ് ചെയ്ത സമയത്ത് ഞാൻ ഫ്രൈ പാനിൽ ചെയ്തപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ പാൻ ചൂടാക്കണമെന്നും. ചൂടാക്കി ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞില്ലേ, പ്ലേറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളറുള്ള ഒരു ബ്ലാക്ക് കളറിൽ പ്ലേറ്റ് എടുക്കുന്നതിന് പകരം ബ്ലാക്ക് കളറിൽ ഫ്രൈ പാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഡോട്ട് വരച്ച് കൊടുക്കണം. അപ്പോൾ ഡോട്ട് വരക്കാൻ വേണ്ടി ഇതുപോലത്തെ ചെറിയ സ്പൂണില്ലേ, ഇതാണ് നമുക്ക് വേണ്ടത്, ടീസ്പൂണ്. അപ്പോൾ ആ സ്പൂണ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാലിൻ്റെ കൂട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പം ഇത് വലുത് വേണമെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെറുതായിട്ടാണ് ഉറ്റിച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം.
ഇപ്പോൾ ആ ഡോട്ട് അല്ലെങ്കിൽ ബബിളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ കരിക്ക് പുഡിങ്ങും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ തന്നെ സെറ്റായി കിട്ടിക്കോളും. ഇത് മാത്രമേ ആദ്യം ചെയ്ത് വെക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഞാനിപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ മറ്റേ പുഡിങ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്, കരിക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് കരിക്കിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ട് മിക്സാക്കി എടുക്കുക. പഞ്ചസാരയാണ് നമ്മൾ അധികം കരിക്ക് പുഡിങ്ങിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനൊരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മധുരം പോലെ ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഇത്രയൊന്നും മധുരം വേണ്ടി വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് മധുരം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാര ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കരിക്കിൻ്റെ വെള്ളം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ചേർക്കണം എന്നൊന്നുമില്ല. ഇത് ജെൽ കളറൊന്നുമല്ല, ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് കളറാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ലൈറ്റായിട്ടുള്ളൊരു കളർ മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഒരു കരിക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസാണ് മെൽറ്റാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട്. ഇത് ഞാൻ 1 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ്. ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ചൈന ഗ്രാസ് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഗ്ലാസ് പുഡിങ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ വാട്ടർ ആകുന്നത് വരെ തന്നെ ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കണം. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കരിക്കിൻ്റെ വെള്ളം ചേർക്കാം. ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കരിക്കിൻ്റെ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കരുത്, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടി മാത്രമേ പാടുള്ളൂ. ഒരു 5-6 തവണ ഇതുപോലെ ലോ ഫ്ലെയിമിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്ന ഏത് മോൾഡായാലും അതെടുക്കുക. ഞാനിപ്പോൾ ഒരു ബ്രെഡിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ ബബിളൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കാണുന്ന കളർ ഞാൻ നേരത്തെ കളർ ചേർത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ബോട്ടിലുണ്ടായ കളറാണ്, വേറെ ഒന്നല്ല കേട്ടോ. ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇത് കിട്ടും. നമ്മൾ സെറ്റ് ചെയ്യുന്ന ട്രേൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം പതുക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കരിക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. നല്ല ഫോഴ്സിലങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. അത് നമ്മൾ വെച്ച പ്ലേസൊക്കെ മാറിപ്പോവും. എങ്ങനെയായാലും പ്ലേസ് മാറിപ്പോവും, പക്ഷേ ഫോഴ്സിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് തെറ്റിപ്പോവും. ഇതാകുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അവസാനം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട്, ഞാൻ പറഞ്ഞില്ല എന്തായാലും പ്ലേസ് മാറിപ്പോവും. അവസാനം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അടച്ച് വെച്ചിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. പിന്നെ ഈ ഒരു കരിക്കിൻ്റെ വെള്ളം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, ഒരു ബൗളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതും കൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഒരു 2-3 മണിക്കൂർ മതിയാവും. ഗ്ലാസ് പുഡിങ് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലോട്ടൊന്ന് കത്തി ഒന്ന് വെടിയിച്ചെടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ടൊന്ന് കാണിക്കാം. നല്ല ജെല്ല് പോലെയാണുള്ളത്. ഒരു ബൗളിലേക്കുള്ളത് ബാക്കിയുണ്ടായി എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഞാൻ ഈ ഒരു ബൗളിൽ വെച്ചിട്ടായിരുന്നു സെറ്റാക്കി എടുത്തത്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്